ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ സൂക്ഷിപ്പ് അനുഭവിപ്പാൻ ദൈവം ഒരുക്കിയ വലിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അവളെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു. നമുക്കറിയാം, അതിന് മുൾഭാഗത്തേക്ക് വായിച്ചു വരുമ്പോൾ നയീൻ എന്ന പട്ടണത്തെക്കുറിച്ച്, ആ പട്ടണത്തിലേക്ക് കർത്താവ് വരുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, അനുഗ്രഹത്തിൻ്റെ പട്ടണമായിരിക്കുന്ന നയീൻ എന്ന പട്ടണത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ, ശിഷ്യന്മാരും ആയിട്ട് ആ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തിൻ്റെ പട്ടണത്തിലേക്ക് കർത്താവ് കയറി വരുന്ന സമയത്ത് തന്നെ കാണുവാൻ സാധിക്കുന്നു, മരിച്ചുപോയ ഒരുത്തിനെ ആ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ യേശു കർത്താവ് കാണുന്നത് ഏകജാതനായ ഒരു മകനുള്ള ഒരു മാതാവ്. ഒരു മകനേ ഉള്ളൂ, ഏകജാതനാണ്. ആ മാതാവിൻ്റെ മകനാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദനയിൽ അവർ നിലവിളിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ സ്ത്രീയെ കണ്ടിട്ട് കർത്താവിൻ്റെ മനസ്സലിയുക. കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറയുകയാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സന്തോഷത്തിൻ്റെ പട്ടണത്തിലേക്ക് യേശു സന്തോഷത്തിൻ്റെ പട്ടണത്തിൽ കടന്നു ചെല്ലുമ്പോൾ വിലാപത്തിൻ്റെ ഒരു കൂട്ടം പുറത്തേക്ക് വരിക. എന്നാൽ യേശു സന്തോഷത്തിൻ്റെ പട്ടണത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവിൻ്റെ പ്രത്യേകത ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാനല്ല, ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ, ഇല്ലേ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ആ പട്ടണത്തിലുള്ളവർ മടങ്ങി വരുവാൻ യേശു പറയുകയാണ്, കരയേണ്ട. സ്ത്രീയോട് പറയുകയാണ്, കരയേണ്ട. നമ്മുടേതായ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ നമ്മുടേതായ ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാനോ, നമുക്കങ്ങനെ ഒരു ആശ്വാസവാക്ക് പറഞ്ഞാൽ നമ്മളെപ്പോലോ ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ യേശു അവളോട് പറയുകയാണ്, കരയേണ്ട. അവൻ അടുത്ത് ചെന്നു ആ മഞ്ചത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ, മഞ്ചത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ചുമക്കുന്നവർ നിൽക്കുവാനിടയായി തീർന്നു. എത്രയും വേഗം മരിച്ചവനെ കൊണ്ട് കുഴിച്ചിടുവാൻ വേണ്ടി ആ പുരുഷകാരം അല്ലെങ്കിൽ ചെറുപ്പക്കാർ അതിനുവേണ്ടി പെട്ടെന്ന് അവർ കടന്നു പോകുമ്പോൾ യേശു ആ മഞ്ചത്തിലും തൊടുകയാണ്. അവരെ അവിടെ നിർത്തിയിട്ട് യേശു ആ ബാല്യക്കാരനെ തൊട്ട് കഴിയുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു. പ്രിയ ദൈവത്തിലെ, നിന്റെ വിഷയങ്ങളും നിന്റെ ഭാരങ്ങളുമായി നീ കടന്നു പോകുമ്പോൾ, നിന്റെ പ്രയാസങ്ങളുമായി കടന്നു പോകുമ്പോൾ ഒരു യേശു നിന്റെ അരികിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. യേശു തൊട്ടാൽ നിന്റെ പ്രശ്നങ്ങൾ തീരും. യേശു തൊട്ടാൽ നിന്റെ വേദനകൾ മാറും. യേശു തൊട്ടാൽ നിന്റെ രോഗങ്ങൾ മാറും. യേശു തൊട്ടാൽ നിന്റെ മരണം അനുഗ്രഹത്തിനായി തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നൊരു കാര്യം, യേശു തൊട്ടപ്പോൾ ചുമട്ടുകാരെന്നെങ്കിൽ യേശുവിനൊരു പദ്ധതിയുണ്ട്. അപ്പം മരിച്ചവനായി അടക്കപ്പെട്ട് മൺമറഞ്ഞു പോകുവാനല്ല, അവനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെ ശ്രമിക്കുന്ന ദൈവം, എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. യേശു നിന്നിലും തൊട്ടാൽ, യേശു നിൻ്റെ അരികിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, നിൻ്റെ പ്രതികൂലങ്ങൾ മാറിയിട്ട് ആ പ്രതികൂലത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ആ പ്രയാസങ്ങളൊന്ന് മാറിയിട്ട് ഒരു അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ നടക്കുവാനിടയായിത്തീരും. പലർക്കും നീ ഒരു അത്ഭുതമാകും, പലർക്കും നീ ഒരു അനുഗ്രഹമാകും, പലർക്കും ഒരു വലിയ ദൈവപ്രവൃത്തിയാകുവാനിടയായിത്തീരും. അതുകൊണ്ട് എന്നെ ഈ തിരുവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്വന്തം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനങ്ങളായിരിക്കുന്നവർ, ഹോസ്പിറ്റലിലായിരിക്കുന്നവർ, പല മേഖലകളിൽ ജോലിയോടും മറ്റുള്ള ബന്ധത്തിലും ആയിരിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം തൊടണമേ, സൗഖ്യമാക്കണമേ, അത്ഭുതം ചെയ്യണമേ, വേഗത്തിൽ അങ്ങയുടെ വചനമായി സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലയക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സുദിനം എല്ലാവർക്കും ആശംസിക്കുന്നു.